പ്രൗഢിക്ക് കുറവില്ലാതെ AC-യിൽ ചാരിയിരുന്നും സുഖമായി ഉറങ്ങിയും യാത്ര ചെയ്ത് നാട് പിടിക്കാനുള്ള സൗകര്യം. ഇതര സംസ്ഥാനങ്ങൾ മത്സരിച്ച് പുത്തൻ ബസ് ഇറക്കുമ്പോഴും വഴിയിൽ കുടുങ്ങിപ്പോകുന്ന ബസ്സല്ലേ നമുക്കുള്ളതെന്ന പതിവ് പരാതിക്ക് മാറ്റം വരുമെന്ന് മന്ത്രി. ഓടിച്ചുറപ്പിച്ചാണ് മന്ത്രി പുത്തൻ യാത്രാനുഭവവും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വണ്ടി ഈ മനോഹരമായ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ ചെന്ന് കയറുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാം. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഏറ്റവും നല്ല വണ്ടി KSRTC ആയിരിക്കും. ഈ വരുന്ന വണ്ടികൾ ബാംഗ്ലൂർ സ്പെഷ്യൽ സർവീസിന് വേണ്ടി നമ്മൾ ഓണത്തിന് ഉപയോഗിക്കും. മാക്സിമം റൂട്ടൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിനി പുതിയ വണ്ടികൾ തന്നെ അങ്ങ് ഓടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളിടത്തേക്ക് വിതരണം ചെയ്യും. ഓണത്തിന് വിവിധ ശ്രേണികളിലായി 100-ലേറെ പുത്തൻ ബസ്സുകൾ നിരത്തിലിറങ്ങും. പല സ്ഥലത്തും ഈ ഡീലക്സ് ബസ്സൊക്കെയാണ് പോകുന്നത്. AC ഇല്ലാത്ത വണ്ടി പോകുന്നത് AC ആക്കി മാറ്റും. കാരണം നല്ല മാർക്കറ്റുള്ള വണ്ടികളുണ്ട്, നല്ല ഡിമാൻഡുള്ള വണ്ടികളുണ്ട്. അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, ഫാസ്റ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ലിങ്ക് ബസ് എന്നൊരു ബസ് വരുന്നുണ്ട്. 4 സിലിണ്ടറിൻ്റെ ചെറിയ വണ്ടിയാണ്. അതിവിടെ വന്നിട്ടുണ്ട്, വണ്ടി വന്നു തുടങ്ങി. കഷ്ടപ്പാട് മാറുന്നതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയെന്നും മന്ത്രി. വണ്ടി കൂടുതൽ ഓടി, മൈലേജ് കുറച്ചു, ദൂരം കുറച്ചു, യാത്രക്കാരുടെ എണ്ണം കൂടി. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ മാസം ജൂലൈ മാസത്തിലെ ടോട്ടൽ എക്സ്പെൻസും ഇൻകം എടുത്ത് നോക്കിയാൽ ഉണ്ടായ നഷ്ടത്തിനേക്കാൾ 10 കോടി രൂപ കുറവാണ് ഈ വർഷം. ഈ മാസം 21-ന് ശേഷം ഓടിത്തുടങ്ങുന്ന ബസ്സുകളിലേക്ക് സീറ്റ് ഉറപ്പിക്കാൻ തിരക്കാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നാട്ടിലെത്താനുള്ള യാത്രാ സൗകര്യം പരിമിതമെന്ന് തോന്നിയാൽ KSRTC ബദൽ സൗകര്യം ഒരുക്കുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ വാക്ക്.